ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സ്റ്റാർലൈറ്റ് മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൺഡേ ആണ്. നെക്സ്റ്റ് മൺഡേ വരെയുള്ള നിങ്ങളുടെ ഒരു എനർജി എന്താണെന്ന് നോക്കാം. തിങ്കളാഴ്ച തൊട്ട് അടുത്ത തിങ്കളാഴ്ച വരെ നവരാത്രിയാണ്. സെപ്റ്റംബർ മാസം അവസാനിക്കാൻ പോവാണ്, ഒക്ടോബർ തുടങ്ങാൻ പോവാണ്. ഒരുപാട് മാറ്റങ്ങൾ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്നതെന്ന് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി, ഒരു സാമ്പത്തിക ലാഭം, ഒരു ധനസമൃദ്ധിയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നവരാണെങ്കിൽ, പൈസയ്ക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങളിലേക്കൊരു അപ്രതീക്ഷിത ഒരു ധനലാഭം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിലിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജോലിയിലൂടെ ആവാം, ചെറിയൊരു ജോലി ആയാലും നിങ്ങളിലേക്ക് വരുന്നൊരു സാമ്പത്തിക ലാഭം ഒരു ജോലിയിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളെ ആരും സഹായിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ആവാം. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള വ്യക്തികളാണ്. തെറ്റും ശരിയൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ്. പക്ഷെ നിങ്ങൾ മൗനമായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾ. അതായത് സ്വയം ഉള്ളിലേക്ക് നോക്കുന്ന ഒരവസ്ഥ, ഒരു ആത്മീയമായ ഒരു എനർജി, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി, അതിൽ നിങ്ങൾ സന്തോഷിച്ചിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നോക്കി കാണുന്ന നിങ്ങളുടെ ആ ഒരു എനർജിയെ ഒന്നും കൂടി നല്ല രീതിയിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ 9 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിൽ വളരെയധികം ബർഡൻസ് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളൊരു ഫലം നിങ്ങളിലേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വിഷമത്തിലാണ്. നിങ്ങൾക്ക് അതിൻ്റേതായ ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത പോലെ ഒരു റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അതെ, മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊരു ഭയമുണ്ട്. നിങ്ങൾ ഇത്രയും കഠിന പ്രയത്നം ചെയ്തിട്ടും നിങ്ങളിലേക്ക് ആ ഒരു ഫലം കിട്ടാതാവുമ്പോൾ നമ്മൾക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ. നമ്മൾക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു ലാഭം നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു എനർജി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇഷ്ടമില്ല, നമുക്കൊരു ഭയം. പക്ഷെ 9 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. 9 ഓഫ് കപ്സ് വരുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു സാമ്പത്തിക ലാഭം, നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ ഒരു നല്ല ലാഭം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ, അത് ഏത് മേഖലയിലായാലും, നിങ്ങൾ എന്ത് കാര്യങ്ങളായാലും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥയാണെങ്കിൽ, നിങ്ങൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തൃപ്തിയില്ല, കുറച്ചും കൂടി നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകണം, അതിനെ കുറച്ചും കൂടി അറിവ് വേണം, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അതിന് കൂടുതൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി പോവുക. മജീഷ്യൻ്റെ കാർഡാണ്. നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. ആ ഒരു കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ലാഭം, ഒരു സാമ്പത്തിക നേട്ടം, ഒരു സമ്പൽ സമൃദ്ധിയൊക്കെ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലൊരു കഴിവുണ്ട്. ആ ഒരു കഴിവിനനുസരിച്ച് നിങ്ങൾ എന്തോ ചെയ്യാൻ വേണ്ടി ആലോചിച്ച് ഉറപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. നിങ്ങളുടെ ആ കഴിവുകളെ കണ്ടെത്തി നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയും ഒരു സാമ്പത്തിക ലാഭം, ഒരു സന്തോഷവും ഒരു സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ട്. ഒരു മാജിക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു മാന്ത്രികമായ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്.
നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കുഴപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കാം. പക്ഷെ നിങ്ങൾ എല്ലാം നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണെന്നാണ് പറയുന്നത്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ക്ഷമ ആവശ്യമാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ക്ഷമയോടുകൂടി എടുത്ത് ചാടാതെ ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് പറയുന്നത്. അതായത് കൊടുക്കൽ വാങ്ങലുകളൊക്കെ ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ, കൊടുക്കൽ വാങ്ങലുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുകളാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ആലോചിച്ചതിന് ശേഷം ക്ഷമയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഒരു നല്ല മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു ജോലിയോ എന്തെങ്കിലും അത് സംബന്ധമായി ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണെന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ഏഞ്ചൽസ് എന്തെങ്കിലും മെസ്സേജസ് തരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ നിന്നും ഏഞ്ചൽസ് എന്തെങ്കിലും മെസ്സേജസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഫോർഗീവ്നെസ് ആണ്. നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കാനാണ് പറയുന്നത്. ഫോർഗീവ്നെസ് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുക. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടിരുന്നത് അത് നമ്മൾക്ക് തന്നെ ദോഷമായിട്ട് തരും. നമ്മളുടെ വിഷമങ്ങൾ കൂടുതൽ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവരോട് ഫോർഗീവ്നെസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധ്യമാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒരു ഹെൽപ്പ് ആവശ്യപ്പെടാവുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായ ഒരു അവ്യക്തത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്